നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുന്ന ആത്മഹത്യകൾ കണ്ട് മനസ്സ് നൊന്താണ് ഈ ഒരു സന്ദേശം ഒരുക്കുന്നത്. കുടുംബ തകർച്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, നിരാശകൾ എന്നുവേണ്ട ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. എന്നാൽ ആത്മഹത്യ ഒരു പരിഹാര മാർഗമാണോ? ഒരിക്കലുമല്ല. അത് പരിഹാര മാർഗങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. പലപ്പോഴും ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കുള്ള അവരുടെ നൊമ്പരങ്ങൾക്കും അവരുടെ പ്രാരാബ്ധങ്ങൾക്കും ആക്കം കൂട്ടുവാൻ മാത്രമേ ആത്മഹത്യ ഉപകരിക്കുകയുള്ളൂ. നാം തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും അറിവുകൊണ്ടും പ്രശ്നപരിഹാരം തേടുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആത്മഹത്യാ ചിന്ത ഭരിക്കുന്നത്. എങ്ങനെയാണ് ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നത്? ബൈബിൾ ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. ഏറ്റവും അടുത്ത തുണയുമാകുന്നു. മഹാനായ പൗലോസ് ഒരിക്കൽ താൻ അതിവേദനയിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തോട് പരിഹാരം ചോദിച്ചു. ദൈവം പറഞ്ഞ മറുപടി എങ്ങനെയാണ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ ബലവും ശക്തിയും അനുഭവിച്ച പൗലോസ് പിന്നീട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതവും താങ്കളുടെ പ്രശ്നവും ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കൂ. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപ നിശ്ചയമായും ദൈവം താങ്കളുടെ മേൽ പകരും. ദൈവം നമ്മുടെ സ്നേഹിതനാണ്, നല്ല ഇടയനാണ്. താങ്കളെ ജയത്തോടെ നടത്തുവാൻ, ജയത്തിലേക്ക് നടത്തുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.